കേട് കാണുന്നൊന്നുമില്ല. അത് ഞാൻ നോമ്പിന്റെ സമയത്ത് ഇപ്പൊക്കെ മനസ്സിലാവും. ഗുഡുല്ലേ ഗുഡു ഭയങ്കരമായിട്ട് തടി വന്നിരുന്നു. അങ്ങനെ നല്ല രസം. ഓള് ഷുഗർ ഒഴിവാക്കി, അരിഭക്ഷണം ഒഴിവാക്കി, അരിഭക്ഷണം കൺട്രോൾഡ് ആക്കി. എത്ര തടി പറഞ്ഞാലോ 20 കിലോ കൊണ്ട് പറഞ്ഞു. ഇതിലും ശരിക്കും അങ്ങനെ തന്നെ വരുന്നേന്ന് തോന്നുന്നു. ഇവരിത് ഈ പിന്നെ കുഞ്ചു ഭയങ്കരമായി തടി പറഞ്ഞു, ഷുഗർ ഒഴിവാക്കി, അരിഭക്ഷണം കൺട്രോൾഡ് ചെയ്തു. ഇത് നമ്മള് മറ്റേത് പൈസ കൊടുത്ത് വാങ്ങിയായിട്ട് കുടിച്ചിട്ട് എന്തിനാവശ്യമോ സംഗതി തന്നെ മണ്ടത്തരാണ്. എന്നിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണ്ടായില്ലേ? ഫുഡ് കൺട്രോൾ ചെയ്യണോ? പിന്നെന്താ കാര്യം? നമുക്ക് അവരൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് തരാണ്. അപ്പൊ അതില് നമ്മള് ഇങ്ങനെയുള്ള സംഗതികൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതല്ലേ ഓള് നല്ല തടി പറഞ്ഞ്. ഫുഡ് നല്ല തടി പറഞ്ഞ്, കുഞ്ചു നല്ല അടിപൊളി തടി പറഞ്ഞ്. ഇത് കഴിക്കണം എനിക്ക് പറപ്പിക്കൂ. ഞാൻ ഇരുന്നേരും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ചായ അടിച്ചോ? ഞാൻ കണ്ട കുറച്ച് തിന്നോളൂ. അല്ല കഴിക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ട നീയാണ്, ഞാൻ അയച്ചു തരാം. എന്റെ ATM ഷാൽഫിനിലാണ് അവിടെ എടുത്തു വെച്ചത്. അല്ല ടാപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല മോനല്ലേ. എന്റെ ഫേസ് എടുത്തില്ല. വേറെ വിട്ട പോയിക്കോ. ഇവിടെ വേറെ മെത്തേഡ് ഒന്നും ഇല്ലല്ലോ. അല്ല എന്റെ ഇതിലുണ്ടാവല്ലോ. ആപ്പില് നോക്കാം. ശരി, ആപ്പില് ആക്റ്റീവ് ആണ്. അവരോട് ചോദിച്ചു നോക്കാം കേറുമ്പോ. അത് ആ സിസ്റ്റം ഞാൻ ആക്റ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാപ്പ് ആൻഡ് പേ അല്ലേ? ടാപ്പ് ആൻഡ് പേ അല്ലേ? ഞാൻ ചെയ്തില്ല. നിലവിൽ അയ്യങ്കാലത്ത് പോയിട്ട് എടുത്തുണ്ട്. വേണ്ട CB ടാപ്പ് ഫസ്റ്റ് നമുക്ക് ടാപ്പ്. ഓക്കെ, ടീം സ്റ്റാർട്ട് ആണ്. വൺ ടൈം പാസ്വേഡ് വരുന്നുണ്ട്. ഫസ്റ്റ് ഞങ്ങൾക്ക് പറയുന്നത് ടാപ്പ് ചെയ്ത് നോക്കാം, എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇറങ്ങുക. അത് ചെയ്യാം. ഓക്കെ, ഡിജിറ്റലൈസ്. ഡു യു വാണ്ട് ടു ഡിജിറ്റലൈസ് ആക്കിയാൽ എന്താ? CBക്ക് ടാപ്പ് ആൻഡ് പേ. അപ്പൊ എനിക്ക് വിശക്കുണ്ടല്ലേ? ഇല്ല, വിശക്കണല്ല, എനിക്ക് കുറച്ച് സംസാരിച്ച് പോവാനുള്ള ഇതില്ല. അങ്ങനെ അല്ല, വിശക്കണൊന്നുമില്ല. ഈ നൈറ്റിൽ ഇരിക്കാനാണ് ഒരു രസമല്ലേ? അതാ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ഒരു $20 എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമെ വേറെ ഇതുണ്ടാവും, ടാക്സ് ഉണ്ടാവും. 13% ടാക്സ് ഉണ്ടാവും കാനഡയിലെ. പിന്നെ ഡെലിവറി ചെയ്യാനാണെങ്കിൽ $6-8 എക്സ്ട്രാ. ഫെയിലിയർ ആയിട്ടാണ് കാണിക്കുന്നത്. കിട്ടുന്നില്ല. സ്റ്റെപ്പ് 2 വരെ പോയി. ഡിജിറ്റലൈസ് കൊടുക്കുമ്പോൾ ഫെയിൽ. ഗൂഗിൾ പേ ഓപ്ഷൻ ഉണ്ടല്ലേ? അതെങ്ങനെ ഇവിടെ ഗൂഗിൾ പേ ഒക്കെ സ്റ്റാലായിരുന്നു വരുന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെന്തൊക്കെ ആക്ടിവിറ്റി അവിടെ ഉള്ളത്? ജോലി, റൂം, വേറെന്താ ഉള്ളത്? അല്ല, അവിടെ ഫ്രണ്ട്സ് ആയിട്ട് ചിലപ്പോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മലയാളി ഫ്രണ്ട്സ് ഉണ്ടോ? ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് പോവാ. അതായത് നമ്മള് ഈ നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ നമുക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഔട്ട് പോവാണ്ട്, പുറത്തേക്ക് പോവാണ്ട്. പിന്നെ അവിടെ എന്താ പറയാ, കുറെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലേ അവിടെ ഇങ്ങനെ പാർക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റും ആണല്ലോ. അപ്പൊ അങ്ങനെ ബാർബിക്യൂ ഒക്കെ ചുട്ടു തിന്ന ഒക്കെ ഉള്ള സംഗതി ഉണ്ടല്ലോ. അല്ല, അതിന് അങ്ങനെ കുടുംബക്കാരൊന്നും ഇല്ലല്ലോ അവിടെ. പക്ഷെ ചില സമയങ്ങളിൽ അവിടെ ഈ കമ്മ്യൂണിറ്റി
റോഡ് ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നോക്കും. അങ്ങനെയാണ് കഥ അല്ലേ? പോയിട്ട് എത്ര ആയി? 1 വർഷമായില്ലേ? ഇല്ല, 8 മാസമായിട്ടുള്ളൂ. നോമ്പിനല്ലേ ചേട്ടാ? ആ, നോമ്പിന്. നോമ്പായി. നോമ്പ് എന്ന് പറഞ്ഞാൽ 1 മാസം 2 മാസം ഇനിയും കിടക്കണില്ലേ? 2 മാസം നോമ്പ്. 10-ാം തീയതി നോമ്പാ. നോമ്പ് എന്ന് പറഞ്ഞാല് ഏപ്രിലല്ലായിരുന്നു നോമ്പുണ്ടായിരുന്നു. മാർച്ചിൽ തന്നെ ആണോ? അല്ല, ആണോ? മാർച്ച് ലാസ്റ്റിലല്ലേ? ഏകദേശം മാർച്ചിൽ തന്നെ ആയിരിക്കും നോമ്പ്. മാർച്ചിൽ തന്നെ തോന്നുന്നു. ഇപ്പൊ നോമ്പായില്ലോ, മാർച്ച് 10-ന് നോമ്പാ. ഏകദേശം 8 മാസല്ല, എങ്ങനാലും 10 മാസം എന്തായാലും. പിന്നെ 1 വർഷം ആവാത്തോണ്ടേ കറക്റ്റ് പെട്ടെന്ന് ഇത് കിട്ടിയോ? എന്ത് ജോലി എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ലേ? ആ, ജോലി പെട്ടെന്ന് കിട്ടി. ഇഷ്ടംപോലെ ഇന്റർവ്യൂ കോളും കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മാതിരി തന്നെ എങ്ങനെ ജോലിയൊക്കെ ആക്കെ പോട്ടെ. എന്റെ നിങ്ങളെ സെക്യൂരിറ്റി ഫണ്ട് ഇപ്പൊ എന്തായി? ആടെ ഉണ്ടാവുക ചെയ്യാ? എല്ലാത്തും ഇങ്ങനെ റീഫണ്ട് വരും. എങ്ങനെ റീഫണ്ട്? നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അങ്ങനെ എല്ലാ മാസം 750 വരും. $750 വരുള്ളൂ. അതായത് എത്ര സെക്യൂരിറ്റി? 5 ലക്ഷമല്ലേ ഇട്ടത്? 5 ലക്ഷം ഇട്ടെ? 5 ലക്ഷം അങ്ങനെ എന്തോ. ബാക്കിയോ മൊത്തം എത്ര തോന്നുന്നു? ടോട്ടലി 22 അറ്റോ വന്നിട്ടുണ്ടെന്നുണ്ട്. ഞാൻ പിന്നെ എക്സ്പെൻസിനെ കുറിച്ച് കുറച്ച് എക്സ്പെൻസ് അല്ലേ? 12 പ്ലസ് 5 12 വിസക്കും കോളേജ് ഫീസ്. 12 ലക്ഷം പ്ലസ് 5. പിന്നെ അടുത്ത വർഷം ഇതേപോലെ 12, സെക്കൻഡ് ഇയറിലും 12 ലക്ഷം വേണം നമ്മൾ കെട്ടണം. പിന്നെ മറ്റേ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ മറ്റേ ഫണ്ട് വിഡ്രോ ചെയ്യാം. നമ്മള് ഇതാക്കി വെച്ച ഫണ്ടില്ലേ? പിന്നെ അതല്ലേ നീ ചോദിച്ച സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ? അത് അപ്രൂവൽ ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. ഈ 5 ലക്ഷം നമ്മൾ അവിടുത്തെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അത് എല്ലാ മാസവും 750 എന്നുള്ള രീതിയിലേക്ക്. അതല്ലാതെ വേറെ സെക്യൂരിറ്റി അതന്നെ ഉള്ളൂ. വേറെ എന്ന് പറഞ്ഞാല് നമ്മള് പിന്നെ 6 ലക്ഷം കാണിക്കണം എക്സ്ട്രാ. പിന്നെ ബാങ്കിൽ നമ്മളെ ബാങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണ്ടേ? തലഭാഗത്തൊക്കെ കൂടുതലുണ്ട് ഇവിടെ. ആക്സിഡന്റും അറിയില്ലല്ലേ? ഒരു ഫിഫ ഇതാക്കിയോണ്ടാ? അതുകൊണ്ടൊന്നല്ല, ഇവിടെ പ്രൊജക്ടുകളൊക്കെ കഴിഞ്ഞോണ്ടാ, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ഇപ്പൊ അവര് ഏത് പ്രൊജക്ട് എടുക്കണത്? ഇവിടെ ഖത്തർ ഇപ്പം കാര്യമായിട്ടുള്ള പ്രൊജക്ടുകളൊന്നും ഇല്ലല്ലോ, വലിയ പ്രൊജക്ടുകളൊന്നും ഇല്ല. അപ്പം വർക്കേഴ്സ് കുറയും, കമ്പനീസ് കുറയും. അപ്പോൾ ഉള്ള